ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ സ്നേഹം തുളുമ്പുന്ന, ഇത്രയേറെ കാരുണ്യം തുളുമ്പുന്ന, ഇത്രയേറെ സാഹോദര്യം നമുക്ക് നൽകുന്ന മറ്റൊരു മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ഈ മതം, ഇസ്ലാം മതം, ഉള്ളവൻ ഇല്ലാത്തവന് പങ്കുവയ്ക്കുക, ഉള്ളവൻ ഇല്ലാത്തവന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അത് സ്വയം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിൽ പങ്കുചേരുക എന്നുള്ള പങ്കുവയ്ക്കലാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന തത്വം. നമുക്കറിയാം യത്തീംഖാനകളിൽ അതിന്റെ സന്ദേശം എന്താണ്? ലോകത്തൊരിടത്തും അത്തരത്തിലുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ്. ഇസ്ലാം മതത്തിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നിന്ദിതർ, പീഡിതർ, നിരാലംബർ, നിരാശ്രയരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അതാണ് യത്തീംഖാനയുടെ സന്ദേശം. ആ സന്ദേശം അനുസരിച്ചാണ് ഇസ്ലാം മത വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങളെ യത്തീംഖാനയിലൂടെ പുനരധിവസിപ്പിച്ച് അവർക്ക് ആഹാരം നൽകുന്നു, വസ്ത്രം നൽകുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവരെ നമുക്കൊപ്പം ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കും. ഞാൻ നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ, നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ, ഇതിനൊന്നും സൗകര്യമില്ലാതെ നമ്മളോടൊപ്പം ഈ ലോകത്ത് ജനിച്ച ഒരാളും അത്തരത്തിൽ ആ സൗകര്യങ്ങൾ ലഭിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ അത് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ലഭിക്കാതെ നിരാശ പൂണ്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ ഇസ്ലാം മതം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഇത്തരത്തിലുള്ള യത്തീംഖാനകളായിരുന്നാലും സക്കാത്തുകളായിരുന്നാലും അത് നമുക്ക് ഇസ്ലാം മതത്തിൽ മാത്രം കാണാവുന്ന പ്രത്യേകതയാണ്. ആഘോഷങ്ങളിൽ നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോഴും ആഘോഷങ്ങളിലൂടെ നമ്മൾ നമ്മുടെ അധ്വാനത്തിന്റെ, വരുമാനത്തിന്റെ സമ്പത്ത് അവിടെ നമുക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, നമ്മുടെ അധ്വാനത്തിലൂടെ വരുന്ന വരുമാനം, നമ്മുടെ സമ്പത്ത് നമ്മുടെ സഹജീവികൾക്ക് കൂടെ പങ്കുവയ്ക്കുന്ന സക്കാത്ത് എന്ന് പറയുന്ന ആ പരമപ്രധാനമായ ദൗത്യവും നിറവേറ്റുന്നത് ഇസ്ലാം മതത്തിലൂടെയാണ് എന്ന് പറയുവാൻ ഞാൻ വിനിയോഗിക്കുക. നിരാശ്രയരായ, നിരാലംബരായ പാവപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക്, മക്കളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക്, ചികിത്സയ്ക്ക് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് വലിയ സാമ്പത്തിക ബാധ്യതയിൽ ചികിത്സാ ചെലവ് നിർവഹിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവർ, അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് ആ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഏറെ മാതൃകാപരമാണ് എന്ന് ഈ നാടിന്റെ ജനപ്രതിനിധി നിലയിൽ അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുക. അതോടൊപ്പം തന്നെ സമൂഹ വിവാഹം, ഈ നാട്ടിൽ അൽ ബുസ്താൻ സാധു സഹായ സമിതി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹ വിവാഹം, അതിന്റെ സന്ദേശം, സമൂഹ വിവാഹത്തിലൂടെ നിങ്ങൾ നൽകുന്ന ആ മനുഷ്യത്വം, അതിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അതും ഈ നാടിന് മറക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുക. നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങൾ എത്തിക്കുവാനും നമുക്ക് കഴിയണം. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന, നമ്മുടെ കാര്യത്തിൽ മാത്രം സ്വാർത്ഥതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. മനുഷ്യന്റെ സ്വാർത്ഥതയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് കാരണം. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ സമ്പത്തും അത് ഇല്ലാത്തവർ കൂടി പങ്കുവയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ, നമ്മുടെ വിശ്വാസം അർത്ഥപൂർണമാവുകയുള്ളൂ, നമ്മുടെ മാനവികത അത് ഇവിടെ പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ
ഇസ്ലാം മതവും ഇസ്ലാം മത വിശ്വാസികളായ നിങ്ങളും നമ്മുടെ ലോകത്താകമാനം നമ്മുടെ നാട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതി വരില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുക. ഏത് വേദിയിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം നൽകുന്ന വേദിയാണ് ഇത്തരത്തിലുള്ള വേദികൾ. ഞങ്ങള് ഒരുപാട് വേദികൾ ദിവസവും പങ്കെടുക്കുന്നവരും ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നവരുമാണ്. പക്ഷേ മനസ്സിന് സന്തോഷം നൽകുന്നത്, മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത്, മനസ്സിന് സംതൃപ്തി നൽകുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോഴാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരമാതിരിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമൂഹ വിവാഹമായിരുന്നാലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകും, അത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിങ്ങളെപ്പോലെയുള്ള സംഘടനകളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റേതൊരു സംഘടനകളെക്കാൾ, മറ്റേതൊരു മതത്തെക്കാൾ, മറ്റേതൊരു വിശ്വാസത്തെ നാം പരിശോധിക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിലും അവരുടെ കണ്ണീരൊപ്പുന്നതിനും വളരെയേറെ ശ്രദ്ധിക്കുന്ന, വളരെയേറെ അതിനുവേണ്ടി അധ്വാനിക്കുന്ന വിഭാഗമാണ് നമ്മുടെ ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാരും അവരുടെ സംഘടനകളും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരിക്കലും അവസാനിക്കാൻ പാടില്ല. ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ കരുണയുടെ, കാരുണ്യത്തിന്റെ സഹായം എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. തീർച്ചയായും അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അതിന് കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാവിധമായ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നാഥന്റെ ആഗ്രഹം. അതുപോലെ തന്നെ അന്ത്യപ്രവാചകൻ എന്താണോ നമ്മുടെ സമൂഹത്തിന് നൽകിയ ആ വലിയ സന്ദേശം, ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രസംഗിക്കുകയിൽ മാത്രമല്ല, ആ പ്രസംഗത്തോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ആ ഒരു പ്രവൃത്തി, അത് ഏറ്റവും പുണ്യം നിറഞ്ഞ പ്രവൃത്തിയാണ്. തീർച്ചയായും നമ്മുടെ നാട് മത സൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെ നാടാണ്. ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള അകൽച്ച, വിഭാഗീയതയോ സംഘർഷങ്ങളോ മതത്തിന്റെ പേരിൽ ഉണ്ടാകാത്ത ഏറ്റവും മഹത്തായ ഒരു നാട്ടിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത്. ഇത് എക്കാലത്തും നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ തെറ്റിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികൾ എവിടെ നിന്ന് വന്നാലും അവരെ മുളയിലെ തന്നെ നുള്ളുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ സാഹോദര്യവും സൗഹാർദ്ദവും സ്നേഹവും അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതിന് നമ്മളെ പണ്ഡിതന്മാരും നമ്മുടെ മൗലവിമാരും തരുന്ന എല്ലാവിധമായ അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ ആഹ്വാനങ്ങൾ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല അവരുടെ പ്രഭാഷണങ്ങൾ, വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പള്ളികളിൽ അവർ നൽകുന്ന സന്ദേശം എത്ര മഹത്തരമാണ്. അവരുടെ ഞാൻ പല പള്ളികളിലും ആ സന്ദേശങ്ങൾ ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എത്ര മഹത്തരമായ സന്ദേശമാണ് അവർ വെള്ളിയാഴ്ചകളിലെ നമ്മുടെ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്നത്. അത്തരത്തിലുള്ള അവർ നൽകുന്ന ആ സന്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഈ നാട്ടിൽ വിവിധ മുസ്ലിം മസ്ജിദുകൾ അല്ലെങ്കിൽ ജമാഅത്തുകൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എത്ര മനോഹരമാണ് നമ്മുടെ നാട്, എത്ര ഹൃദിസ്ഥമാണ് നമുക്ക് ലഭിക്കുന്ന ദൈവികമായ അനുഗ്രഹം. അത് അമ്പലങ്ങളിൽ നിന്നാകട്ടെ, ദേവാലയങ്ങളിൽ നിന്നാകട്ടെ, ജുമാ മസ്ജിദിൽ നിന്നാകട്ടെ, അവിടെ നാം കേൾക്കുന്ന ഓരോ പ്രഭാഷണങ്ങളായിരുന്നാലും അവിടെ നടക്കുന്ന ഓരോ ആരാധനയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യന് ഇവിടുത്തെ ഓരോ ജനത്തിനും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവരുടെ പുരോഗതിക്ക് വേണ്ടിയാണ്, അവരുടെ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ജുമാ മസ്ജിദുകളുണ്ട്, കിഴക്കേപ്പള്ളിയും മയ്യത്തിങ്കര പള്ളിയും. ഈ 2 പള്ളികളിൽ വർഷങ്ങളിൽ നടക്കുന്ന നിരവധിയായ ചടങ്ങുകൾ, അതുപോലെ തന്നെ മതപ്രസംഗ പരമ്പരയുണ്ട്.
അതുപോലെ കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുനിന്നും വരുന്ന എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം കേൾക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത് തീർച്ചയായും ഇതെല്ലാം കേൾക്കുന്നതിന് നമുക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഈ പ്രഭാഷണങ്ങളിലൂടെയും ഈ പ്രസംഗങ്ങളിലൂടെയും നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന, നമ്മളെ കാരുണ്യവാനായ നാഥന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ, ഈ വചനങ്ങൾ, അത് ഖുർആനെ ഉദ്ധരിച്ചായിരുന്നാലും ബൈബിളിനെ ഉദ്ധരിച്ചായിരുന്നാലും ഭഗവത്ഗീതയെ ഉദ്ധരിച്ചായിരുന്നാലും അവർ നൽകുന്ന വചന സന്ദേശങ്ങൾ, പ്രഭാഷണങ്ങൾ, അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. നാം വെറും കേൾവിക്കാരായി മാറാൻ പാടില്ല. വെറും കേൾവിക്കാരായി സദസ്സിൽ വന്നിരുന്ന് മണിക്കൂറുകൾ നീണ്ട ഈ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ കേട്ട് ആ വെറും കേൾവിക്കാരായി മാറുന്നതിന് പകരം എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പ്രഭാഷണത്തിലൂടെ നമുക്ക് പകർന്നു തരുന്ന ആശയങ്ങൾ, ഖുർആനിലെ ദൈവികമായ വചനങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിലെ ദൈവികമായ വചനങ്ങൾ, ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ, അത് എത്രത്തോളം നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എത്രത്തോളം പകർത്തുന്നു, അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട് അമ്പലങ്ങളുടെയും മോസ്കുകളുടെയും ദേവാലയങ്ങളുടെയും നാടാണ്. ഇത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സവിശേഷമായ പ്രത്യേകത. ഇത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സവിശേഷമായ പ്രത്യേകത. എല്ലാ മതങ്ങളും നമ്മെ ഉദ്ഘോഷിക്കപ്പെടുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സൗഹാർദ്ദമാണ്, മനുഷ്യ നന്മയാണ്. പക്ഷെ അതിൽ നിന്ന് നാം എപ്പോഴൊക്കെ വ്യതിചലിക്കുന്നുവോ, ആ ആശയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഉദാത്തമായ ദർശനങ്ങൾ, അതിൻ്റെ ആ സത്തയിൽ നിന്ന് എത്രത്തോളം നമ്മൾ വ്യതിചലിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ അകൽച്ചയുണ്ടാകുന്നത്, നമ്മൾ തമ്മിൽ അകൽച്ചയുണ്ടാകുന്നത്, നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടാകുന്നത്, നമ്മൾ തമ്മിൽ പരസ്പര വൈരികളായി മാറുന്നു. ഒരു മതവും സംഘർഷമുണ്ടാകുവാനോ സംഘട്ടനം നടത്തുവാനോ അല്ലെങ്കിൽ തമ്മിൽ ഏറ്റുമുട്ടുവാനോ ഒരു മതവും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മതവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയും മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആണ് നിലകൊള്ളുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം.